ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് അമീറും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനുമാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. കർണാടകം പ്രസംഗ മത്സരത്തിൽ അല്ലേ, കന്നഡ പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഇതിനു മുന്നേ ഒക്കെ കന്നഡ മീഡിയത്തിൽ പഠിച്ച ഓരോ പാരമ്പര്യവും പറയാനുണ്ട് ഇല്ലേ, അതാണ് ഇതിലേക്കൊരു വഴി തുറന്നത്. പക്ഷേ അത് കണ്ടെത്താൻ മലയാളി ആവേണ്ടി വന്നു അല്ലേ, നമ്മുടെ നാട്ടിലോട്ട് എത്തേണ്ടി വന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ജേണി, എങ്ങനെയായിരുന്നു? ആദ്യം ഞാൻ സ്കൂളിൽ ഇങ്ങനെ മത്സരത്തിനൊന്നും നിൽക്കില്ല. അവിടെ സ്വാതിരാജ് അറിയുന്നൊരു മാഷ് എന്നെ നിർത്തിച്ചേനു. ഞാൻ പറഞ്ഞു പിന്നെ ചേർന്നില്ല എന്നെല്ലാം പറഞ്ഞു. പിന്നീടും മാഷ് നിർബന്ധത്താൽ ഇങ്ങനെ പങ്കെടുത്തു. പിന്നെ സബ് ജില്ലയിൽ നിന്നും കിട്ടി, ഇപ്പോൾ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് അടിച്ചു. അതെ, നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ കന്നഡ മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഇപ്പോൾ കന്നഡ പ്രസംഗത്തിൽ ഇങ്ങനെ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ അത്ഭുതം തോന്നാനില്ല. പക്ഷേ ഇതുവരെ കലോത്സവങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. കന്നഡ മീഡിയത്തിൽ പഠിക്കുമ്പോൾ പോലും ഇങ്ങനെ കുഞ്ഞിൻ്റെ ഉള്ളിലൊരു കഴിവുണ്ട് എന്ന് അവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു കുട്ടിയെ ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റിയതിൽ എങ്ങനെയാണ് ആ ഒരു കാര്യം മാഷ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ അമീറിൻ്റെ വിജയത്തിന് പിന്നിലെ പ്രധാന പങ്ക് വഹിച്ചത് സ്വാതിരാജ് മാഷും പിന്നെ നമ്മുടെ വിദ്യാലയവുമാണ്. സ്വാതിരാജ് മാഷാണ് അവൻ്റെ ഉള്ളിലുള്ള ആ പ്രസംഗ പാഠവും കണ്ടെത്തിയത്. പിന്നീട് അവന് വേണ്ട പിന്തുണ, നല്ല പ്രോത്സാഹനം കൊടുത്തു. അവൻ്റെ ഉള്ളിലുള്ള പ്രതിഭ സമൂഹം തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിൽ അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് അവന് തന്നെ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനർഘ നിമിഷങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് പൂർത്തീകരിക്കപ്പെടുന്നത്. അമീറിന് എത്രത്തോളം ആയിരുന്നു ഒരു സന്തോഷം? ഇപ്പൊ ആദ്യമായിട്ടാണ് കന്നഡ പ്രസംഗത്തിന് പങ്കെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് എ ഗ്രേഡ്, ജില്ലയിലൊക്കെ ഫസ്റ്റ് എ ഗ്രേഡ് വരുന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം? തീർച്ചയായിട്ടും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കന്നഡ അറിയുന്നതിനെ കൊണ്ടൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ 6ഓളം കുട്ടികളെ കാണുമ്പോൾ ഓരോ നന്നായിട്ട് പ്രസംഗം കാണുമ്പോൾ ഒരു പേടിയെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് അടിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഈ കൊടകിൽ ജീവിച്ചു, അവിടെ തന്നെ പഠിച്ചു. ഇപ്പം 10th നമ്മുടെ നാട്ടിലോട്ട് വന്നത്. മലയാളം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? മലയാളമൊക്കെ ഇവിടെ വന്നിട്ടാണ്. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ മലയാളം സംസാരിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് ഫുള്ള് ക്ലിയർ ആയി. എഴുതാനൊക്കെ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണോ? ഇവിടെ സ്കൂളിൽ വന്നതിന് ശേഷം. പെട്ടെന്ന് കന്നഡ മീഡിയത്തിൽ നിന്ന് മലയാളം മീഡിയത്തിലേക്ക് മാറിയപ്പോൾ അപ്പോൾ എഴുത്ത് വരെ പഠിച്ചത് ആ സമയത്താണ്. അപ്പോൾ അത് പഠനത്തെ ബുദ്ധിമുട്ടിപ്പിച്ചോ? കുറച്ചൊക്കെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായി. പിന്നീട് ശരിയായി. അപ്പോൾ ഇനി ഈ പ്രസംഗ കലയിൽ കുറേയൊക്കെ മുന്നോട്ട് ഇനിയും പോവട്ടെ. നമുക്കിനി മുന്നോട്ട് ഒരു വലിയ കടമ്പ വരാനുള്ളത് സംസ്ഥാനം എന്ന് പറയുന്നത്. അവിടെയും എനിക്ക് തോന്നുന്നു വിജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കന്നഡയാണ് ഇദ്ദേഹത്തിന്റെ മാതൃഭാഷ. അപ്പോൾ ആ ഒരു മേൽക്കോയ്മ എന്തായാലും ഉണ്ടാവില്ലേ? അങ്ങനെ പ്രതീക്ഷയില്ലേ? അപ്പോൾ ഇനിയും അവിടെയും വിജയം ഉണ്ടാവട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമ്മളോട് സംസാരിച്ചതിന് സൂരജ് മാഷിനും അമീറിനും ഒരുപാട് സന്തോഷം, സ്നേഹം.